ഇൻഡ്യൂറ്റ് ക്വിക്ക് ബുക്ക്. ഇതാണ് സോഫ്റ്റ്വെയർ. ഓപ്പൺ ആക്കുക. ക്യൂബി എന്നത് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ഫോറിൻ സോഫ്റ്റ്വെയർ ആണ്. ഫോറിൻ ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അക്കൗണ്ടിങ് ഫീൽഡിൽ. ഫിനാൻഷ്യൽ ഇയർ ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ് വരുന്നത്. ഫോറിൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ജാനുവരി 1 ടു ഡിസംബർ 31 വരെയാണ് ക്യൂബി എന്ന സോഫ്റ്റ്വെയറിന്റെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. ഇതാണ് ക്വിക്ക് ബുക്ക് അല്ലെങ്കിൽ ഇൻഡ്യൂറ്റ് ക്വിക്ക് ബുക്ക് ക്യൂബി എന്ന സോഫ്റ്റ്വെയറിന്റെ ഹോം പേജ് ഉണ്ടാകുക. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ചെയ്യുന്ന ഓപ്ഷൻസും ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന റിപ്പോർട്ട്സും എല്ലാം ഈ ഹോം പേജിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനിയിപ്പം ക്ലാസ് തുടങ്ങുകയാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്ന മനസ്സിലാകുന്ന ഇല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്നത് കമ്പനി ക്രിയേഷൻ ആണ്. ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നതല്ല, പഠിക്കുന്നതാകുമ്പം ഏത് സോഫ്റ്റ്വെയർ ആകുമ്പോഴും നമ്മുടേതായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കമ്പനിയിൽ വേണം എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാൻ. അതൊരു ജേർണൽ എൻട്രി ആയാലും ലെഡ്ജർ ആയാലും സ്റ്റോക്ക് ആയാലും പാർട്ടീസിനെ ആയാലും എന്തും ആ ഒരു കമ്പനി വേണം പോസ്റ്റ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ക്രിയേഷൻ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഓൾറെഡി ചെയ്തു വെച്ചൊരു കമ്പനിയിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് കമ്പനി ക്രിയേഷൻ. ബേസ് മുതലേ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കമ്പനി ക്രിയേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ നേരെ ഡയറക്റ്റ് ഈ ഹോം പേജിലാണ് വന്നതെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കമ്പനി ക്രിയേഷനിലേക്ക് പോവാം. ഫയല് സെലക്ട് ചെയ്യുക. കുറച്ച് ലാഗാകുന്നുണ്ട്, ക്ഷമിക്കണം. ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ തന്നെ കുറച്ച് ഡിലേ ആകുന്ന സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ചെയ്തു തുടങ്ങിയാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല, ഓക്കെ ആയിക്കോളും. അത് ഓപ്പൺ ആയി വരട്ടെ. അതുവരെ നമുക്ക് ഈ ഹോം പേജ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി, അങ്ങനെ ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ഇതിന്റെ ഏറ്റവും ഈ ടോപ്പിൽ ഉണ്ടാവുക. കമ്പനിയുടെ പേര് കാണാം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻഡ്യൂറ്റ് ക്വിക്ക് ബുക്ക് എന്ന് കാണാം. ഈ കമ്പനി ക്രിയേഷൻ പറയാണ്. ഫയലില് ന്യൂ കമ്പനി സെലക്ട് ചെയ്യുക. അവിടെയാണ് കമ്പനി ക്രിയേഷൻ, കമ്പനിയുടെ പേരും അതെന്ത് തരത്തിലുള്ള കമ്പനിയാണെന്നും ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസും കൊടുത്ത് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയാണ് ബേസ്. ഇവിടെ വേണം നമുക്ക് കമ്പനി ക്രിയേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാൻ. ഇവിടുന്ന് എക്സ്പ്രസ് ചാർട്ട്, ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, എക്സ്പ്രസ് ചാർട്ട് സെലക്ട് ചെയ്യാം. കമ്പനി നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്താണോ കമ്പനിക്ക് പേര് കൊടുക്കുക അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, ഇവിടെ റെഡ് സ്റ്റാർ കണ്ടോ? ഈ റെഡ് സ്റ്റാർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി ഓപ്ഷനിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. കമ്പനി നെയിം കൊടുക്കുക. നെക്സ്റ്റ്, ഇൻഡസ്ട്രി ഇവിടെ ഒരുപാട് ഉണ്ടാവും. അത് ജസ്റ്റ് ഹെൽപ്പ് മീ ചൂസിൽ ക്ലിക്ക് ചെയ്താലേ കാണാം. ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ടാവും. ഏത് തരത്തിലുള്ള കമ്പനിയാണ് നിങ്ങളുടെ, അത് വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മളിവിടെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് അതാണ് സെലക്ട് ചെയ്തത്. ഇതിപ്പം ഈ ഹെൽപ്പ് മീ ചൂസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നായാലും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നോളൂ. നെക്സ്റ്റ്, കമ്പനി ടൈപ്പ്, സോൾ ട്രേഡർ ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, കമ്പനിയാണോ, എന്ത് തരത്തിലുള്ള കമ്പനിയാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ്, കണ്ടിന്യൂ കൊടുക്കുക. ഇനി കമ്പനിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്,
ലീഗൽ നെയിം, അഡ്രസ്സ്, സിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ക്യൂബി എന്ന സോഫ്റ്റ്വെയർ, ഇൻറ്റ്യൂറ്റ് ക്യൂബ് എന്ന സോഫ്റ്റ്വെയർ കാനഡിയൻ വേർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. കൺട്രി ഓട്ടോമാറ്റിക് ആയിട്ടും ഇവിടെ കാനഡ എന്ന സെലക്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് പ്രൊവിൻസ്, അത് ജസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഇവിടെ പ്രൊവിൻസ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കമ്പനിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓരോന്നും കൊടുക്കാം. അഡ്രസ്സ് കൊടുക്കാം, സിറ്റി കൊടുക്കാം, ഫോണ്, മെയില്, വെബ്സൈറ്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുക്കാം. ഓപ്ഷനിലാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നേരെ ക്രിയേറ്റ് കമ്പനി ഫയൽ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് കമ്പനി ഫയൽ സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ സേവ് ആകുന്നതാണ് ഡയറക്റ്റ് ആയിട്ട്. കുറച്ച് ടൈം എടുക്കും ഇത്. കമ്പനി ഇൻഫോർമേഷൻ ക്രിയേറ്റ് ആകുന്നവരെ അക്കൗണ്ടിങ്ങുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്കറിയായിരിക്കും ലെഡ്ജർ എന്നാൽ എന്താണെന്ന്. അതുപോലെ തന്നെ ഒരു ജേർണൽ എൻട്രി അതെങ്ങനെയാണ് വരുന്നത്. ഇപ്പം എക്സ്പെൻസിന്റെ കേസ് ആണെങ്കിൽ തന്നെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുപോലെ തന്നെ ഇൻകം ചെയ്യുകയാണെങ്കിൽ ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജേർണൽ എൻട്രി തെറ്റിപ്പോകാൻ പാടില്ല. ഇൻ കേസ് ഇപ്പം നിങ്ങളൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണം, എക്സ്പെൻസിന്റെ ജേർണൽ എൻട്രി, എക്സ്പെൻസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ ആ എമൗണ്ട് നെഗറ്റീവ് ആയിട്ടാണ് വരിക. അപ്പം എൻട്രികളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ വരുന്ന ഓരോ പാർട്ടീസ്. അതായത് നമ്മുടെ സൺട്രി ക്രെഡിറ്റർ, സൺട്രി ഡെപ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ. ക്യൂബി എന്ന സോഫ്റ്റ്വെയറിൽ അവർക്ക് വെൻഡർ എന്നും കസ്റ്റമർ എന്നുമാണ് പറയുക. വെൻഡർ എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയും കസ്റ്റമർ എന്ന് വെച്ചാൽ സെയിൽ ചെയ്യുന്ന പാർട്ടിയാണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വാണിംഗ് ഒക്കെ വരും. ഇതിപ്പോൾ പേറോളിൻ്റെ ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക കേട്ടോ. കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്യുന്ന ടൈമിൽ നേരെ നമ്മൾ ആദ്യം കയറിയ ഹോം പേജിലേക്കാണ് തിരിച്ചു പോവുക. ഇവിടെ ഇപ്പം കമ്പനി ക്രിയേഷൻ കഴിഞ്ഞപാട് നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. യു ഹാവ് ഗോട്ട് എ കമ്പനി ഫയൽ, നൗ ആഡ് യുവർ ഇൻഫോ. ഈ ഒരു വിൻഡോയിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ആഡ് പോലെ ജസ്റ്റ് വരുന്നതാണ്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. ഇത് ക്ലോസ് ചെയ്യുമ്പം ഇനിയും ഉണ്ട് വിൻഡോ വരെ.